G4 ഗാഡ്ജറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഫോൺ Redmi Note 5 Pro. സോ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 5.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിന് ലഭിക്കുന്നത്. LCD ആണ് ഡിസ്പ്ലേ പാനൽ. പിന്നെ അതിനോടൊപ്പം തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് ലഭിക്കുന്നുണ്ട്. 2.5D കൂടിയാണ്, അതായത് ഈ എഡ്ജെല്ലാം നല്ല രീതിയിൽ കർവായിട്ടിരിക്കും. പിന്നീട് ഡിസ്പ്ലേക്ക് നമുക്ക് നല്ലൊരു സാച്ചുറേഷൻ ലഭിക്കുന്നുണ്ട്. നല്ല കളർ റെസ്പോൺസാണ് നമുക്ക് ഡിസ്പ്ലേക്ക് ലഭിക്കുന്നത്. നമ്മൾ റിയൽമിയുടെയൊക്കെ ഡിസ്പ്ലേ കാട്ടി കുറച്ചുകൂടി നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിന് ഉള്ളത്. പിന്നീട് നമ്മൾ അസ്യൂസ് സെൻഫോൺ പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ അസ്യൂസിനെക്കാട്ടിയും നല്ലൊരു ഡിസ്പ്ലേ ഇതിന് കിട്ടുന്നില്ല. അസ്യൂസിനാണ് ഇതിലും നല്ലൊരു ഡിസ്പ്ലേ ഉള്ളത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ചിപ്സെറ്റാണ്. ചിപ്സെറ്റ് 1.8 GHz സ്നാപ്ഡ്രാഗൺ 636 ആണ്. 4GB റാം മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഗെയിമിംഗ് ഗ്രാഫിക്സ് പ്രോസസ്സർ Adreno 509 ആണ്. ഗെയിംസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. പിന്നീട് നമുക്കിതിൻ്റെ ക്യാമറയെ പറ്റി നോക്കിയാൽ 12 MB റിയർ ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു ഡുവൽ റിയർ ക്യാമറയാണ്. അതിൽ ഒരെണ്ണം 12 MP ഒരെണ്ണം 5 MP. പിന്നീട് ഒരു 20 MB ഫ്രണ്ട് ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയിൽ തോന്നിയ ഒരു പോരായ്മ എന്നല്ല, ഒരു വിഷമം എന്ന് തന്നെ പറയാം. അതായത് ബാക്ക് ക്യാമറ എല്ലാം അടിപൊളിയാണ്. ക്യാമറയുടെ പോർട്രേറ്റ് മോഡും എല്ലാം നല്ല വളരെ ഉഗ്രനായിട്ടുള്ള ഒരു ക്യാമറയാണ്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാം നോക്കിയാൽ ഒരു 20 MBക്കുള്ള പെർഫോമൻസ് ഒന്നും ഇതിൻ്റെ ഫ്രണ്ട് ക്യാം നമുക്ക് തരുന്നില്ല. 20 MBക്ക് 20 MP എന്ന് പറയാൻ വേണ്ടി ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്രയും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നില്ല. പിന്നീട് ക്യാമറയ്ക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ജിയോ ടാഗിംഗ് ഉണ്ട്, ടച്ച് ഫോക്കസ്, ഫേസ് ഡിറ്റക്ഷൻ, പനോരമ, HDR, സീൻ മോഡ്, എക്സ്പോഷർ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡൊക്കെ നമുക്ക് റിയൽമിയിലും അസ്യൂസ് സെൻഫോണിലും എല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്രേറ്റാണ് ലഭിക്കുന്നത്. ക്ലാരിറ്റി നല്ല രീതിയിൽ തന്നെ മാക്രോയ്ക്കും മൈക്രോയ്ക്കും എല്ലാം നല്ല ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് നോക്കിയാൽ ഒരു സ്റ്റെബിലൈസേഷൻ ഇതിന് ലഭിക്കുന്നുണ്ട്. അതായത് നല്ല ഒരു സ്റ്റെബിലൈസേഷനാണ് ലഭിക്കുന്നത്. നല്ല സ്റ്റെബിലൈസേഷൻ നമുക്ക് വീഡിയോയ്ക്ക് ലഭിക്കും. പിന്നീട് ഇതിൻ്റെ സെറ്റിങ്സിൽ ഒരുപാട് ക്യാമറ സെറ്റിങ്സിലെല്ലാം ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. ആൻഡ്രോയിഡ് ഓറിയോ ആണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. പിന്നീട് MIUI 9.5 വെർഷൻ സ്റ്റേബിളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ചിലർക്ക് ഈ ഫോൺ ലഭിക്കുന്നത് ആൻഡ്രോയിഡ് നൗഗട്ടിലായിരിക്കും. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി നോക്കിയാൽ വളരെ സ്പീഡായിട്ടുള്ളൊരു ഫിംഗർ പ്രിൻ്റാണ് ലഭിക്കുന്നത്. അത് ഞാൻ പ്രസ് ചെയ്യുന്ന ഉടൻ തന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ ഏകദേശം 1 month ആയിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതേ പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും ഫോൺ കാഴ്ചവെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 625ലും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസറാണ്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ സ്പീഡിൽ എല്ലാ ആപ്സും ഓപ്പൺ ചെയ്യാനും പിന്നീട് ഡേറ്റ ഹാൻഡ്ലിങ്ങും എല്ലാം വളരെ അടിപൊളിയാണ്. നമുക്കിതിൻ്റെ ബാറ്ററിയെ പറ്റി നോക്കിയാൽ 4000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഒരു 4000 mAh ബാറ്ററി ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇതിൽ ചാർജ് കയറുന്നുണ്ട്. ചാർജ് വളരെ നല്ല രീതിയിൽ നിൽക്കുന്നുമുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ബാറ്ററി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ക്യാമറ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ട് Redmi Note 5 Proയിലേക്ക് പോകാവുന്നതാണ്. മാത്രമല്ല നല്ലൊരു ഡിസ്പ്ലേയും കൂടിയാണ് നമുക്കിത് ലഭിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. എൻ്റെ ഒരു വട്ടം തറ വീണു, എന്നിട്ട് പോലും ഇത് നല്ല രീതിയിൽ ഒരു പോറൽ പോലും ഇല്ലാതെ ഇപ്പോഴും ഉണ്ട്. പിന്നീടുള്ള ഒരു ചെറിയ വിഷമം NFC സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. NFC നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് കിട്ടുന്നില്ല. ഇതിന് ഇൻബിൽറ്റായിട്ട് നമുക്ക് NFC ഓപ്ഷൻ ലഭിക്കുന്നില്ല. നമ്മുടെ സാംസങ് ഫോണിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ചെറിയൊരു ഫോണിൽ പോലും NFC ലഭിക്കുന്നതാണ്, ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ എന്തുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം IR ബ്ലാസ്റ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു IR ബ്ലാസ്റ്റർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. മിയുടെ മിക്ക ഫോണുകൾക്കും IR ബ്ലാസ്റ്റർ അവൈലബിൾ ആണ്. സോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് IR ബ്ലാസ്റ്റർ ഉള്ളതെന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ റിമോട്ട് ഇല്ലെങ്കിൽ പോലും ഓരോ ഡിവൈസസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു 20,000-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ
ഒരു 18,000 താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫോണാണ് റെഡ്മി നോട്ട് 5 പ്രോ. സാംസങ്ങിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മീ ചൂസ് ചെയ്യാൻ സാധിക്കും. അതായത് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രൈസ് ഒക്കെ നോക്കിയാൽ സാംസങ്ങിനെ കണ്ടു എന്തുകൊണ്ടും ബെറ്ററാണ് നമുക്ക് ഈ മീ എടുക്കുക എന്നുള്ളത്. അസ്യൂസ് സെൻഫോൺ മാക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അസ്യൂസിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലോ ലൈറ്റ് ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും കുറച്ചുകൂടെ ബെറ്ററാണ് അസ്യൂസിന്. ക്യാമറ നമ്മുടെ ഡേ ലൈറ്റിൽ ക്യാമറ ഒരിക്കലും അസ്യൂസിന് ഒരിക്കലും റെഡ്മി നോട്ട് 5 പ്രോയെ പിടിക്കാൻ സാധിക്കില്ല. അത്രയും നല്ലൊരു ക്യാമറയാണ് നോട്ട് 5 പ്രോയ്ക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.